ഈ പത്രക്കാരന്റെ ഒരു കാര്യം എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോകരുത്. എന്നാലും ഇങ്ങനെ ഇടും. മോളെ, നീ വന്നേ. എന്നാ മമ്മി? ഞാൻ ഈ കോട്ട നയം ചെയ്യുമായിരുന്നു. നീ ഇത്ര പെട്ടെന്ന് പോകാൻ ഇറങ്ങിയോ? എന്തോ മെഡിക്കൽ എമർജൻസി ഉണ്ടെന്ന് 8 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞു. ഇങ്ങോട്ട് നോക്കിയേ, നിന്റെ ഫോട്ടോ പത്രത്തില്. ഓ, ഇതാണോ? ഇതാ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഇനാഗ്രേഷൻ സെറമണിയാ. ഞാൻ മാത്രമല്ലല്ലോ, എല്ലാരും കൂടെ അല്ലേ. മമ്മി എന്നാ ഈ കുറിച്ച് നോക്കുന്നേ? നിനക്ക് പറ്റിയ ഡോക്ടർ ചെക്കന്മാര് വല്ലതും ഉണ്ടോന്ന് നോക്കിയതാ. ഓ പിന്നെ, എന്റെ ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. മമ്മി കപ്പ അതൊന്നും ഓർത്ത് ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, കല്യാണാലോചനയെ കൊണ്ടിരുന്ന സമയം പോകും. ഞാൻ പോയിട്ട് വരാം മമ്മി. ഉണ്ട്. രാവിലെ എന്തോ എമർജൻസി കോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങും അവള്. പപ്പ, ഞാൻ പോവാ. ഡ്യൂട്ടിക്ക് കയറണം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. സുസൻ, കുഴിക്കാട്ടിലെ ഫിലിപ്പിന്റെ മകൾ വെറും MBBS-കാരിയായ മാത്രം പോരാ, MD കൂടെ തനിക്ക് അവിടെ വലിയൊരു ഹോസ്പിറ്റലിന്റെ മുഴുവൻ അധികാരിയാണ്. എങ്കിലും എന്റെ കണക്കുകൂട്ടലുകളൊക്കെ ശരിയാവും. കുടിക്കാൻ ചായയാണോ കാപ്പിയാണോ? നിനക്കെന്താ ഞാൻ പറഞ്ഞതിലത്ര താല്പര്യമില്ലാത്ത പോലെ? ഇച്ചയ, നമ്മൾ എത്ര കണക്ക് കൂട്ടിയാലും ദൈവം വിചാരിച്ചതല്ലേ നടക്കൂ. അതൊക്കെ നിങ്ങൾ ഈ ദൈവവിശ്വാസികളുള്ളവരെ വെറും തോന്നല. കുഴിക്കാട്ടിൽ ഫിലിപ്പിന്റെ ഇന്നോളമുള്ള കണക്കുകൂട്ടലുകളിൽ ഏതാണ് പിഴച്ചിട്ടുള്ളത്? 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സിലും 1ാം റാങ്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നവനെ അന്നത്തെ ബാക്ക് ബെഞ്ചുകാരനായി ഈ ഫിലിപ്പിന്റെ കമ്പനിയിലെ ശമ്പളക്കാരനായിപ്പോ ചെറുപ്പത്തിൽ അപ്പന്റെ കൂടെ റബ്ബർ വെട്ടാൻ പോയപ്പോ മുതലാളി ചമഞ്ഞ് പരിഹസിച്ചവരെ ഇപ്പൊ ഈ ഫിലിപ്പിന്റെ ഖദർകുപ്പായം കണ്ട എഴുന്നേറ്റ് നിൽക്കും. മൂത്തോനെ വക്കീലാക്കിയത് ചിലതൊക്കെ കരുതിക്കൂട്ടി തന്നെയാ. 40 ലക്ഷം മുടക്കി മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയതേ അതിന്റെ 10 ഇരട്ടി ഉണ്ടാക്കാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാ. എവിടെയാണ് ഈ ഫിലിപ്പിന്റെ കണക്കുകൂട്ടൽ തെറ്റിയത്? നീ പറസൂസമേ. ഇച്ചയ ഇങ്ങനെ അഹങ്കാരം പറയല്ലേ, കർത്താവ് അത് ഇഷ്ടപ്പെടത്തില്ല. ഈ കോവിഡും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായപ്പോ നീയൊക്കെ പറയുന്ന കർത്താവ് എവിടെയായിരുന്നു? ആ വിശ്വാസമൊക്കെ ഞാൻ പണ്ടേ എന്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടതാ. തർക്കിക്കാൻ എനിക്ക് അറിയത്തില്ല ഇച്ചയ. പക്ഷെ ഇച്ചയ, ഇതൊക്കെ ഇച്ചയന്റെ വെറും തോന്നലുകളാ. അത്ര എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. എന്നാ ഞാൻ ഒരു കാര്യം കൂടി പറയാം. എന്റെ ഒരു സുഹൃത്തിന്റെ മകൻ ഒരു ഡോക്ടറുണ്ട്, പേര് ജോജി. അവളുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അവൾക്ക് അവൻ നന്നായിട്ട് ചേരുമെന്ന് തോന്നുന്നു. തന്നെയല്ല, ടൗണിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവരിപ്പോ പണിതുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് പറഞ്ഞ് ഉറപ്പിച്ചു. പിള്ളേർക്ക് തമ്മിൽ ഇഷ്ടമാണെന്ന് അറിയാതെ എങ്ങനെയാ? അവർ ഒന്നിച്ചു പഠിച്ചതാ, ജോലി ചെയ്യുന്നു ഒന്നിച്ച്. ഇനി ഒരു പരിചയക്കാരുമാണ്. ഇനിയിപ്പോ എന്ത് നോക്കാനാ? അത് പിന്നെ ഇച്ചയ, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. ഏതായാലും ഞാൻ തീരുമാനിച്ചു. കാരണം അത് ഓരോ ദിവസവും എന്റെ ഉള്ളിലിരുന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. ജിൻസി, അങ്ങനെ ഒരു തോന്നുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നിന്റെ പപ്പ... ജോജി, എന്റെ പപ്പയേക്കാൾ എനിക്ക് നിന്നെ വിശ്വാസമാണ്. നീ എന്റെ കൂടെ ഉണ്ടാവണം. ഇത്രയും പറഞ്ഞിട്ടും ഞാൻ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ സൗഹൃദത്തിന് എന്ത് വിലയാണ് ഉള്ളത്? താൻ ധൈര്യമായി പോക്കോ, തന്റെ ആഗ്രഹം നടക്കും. അതിന് ഞാൻ കൂടെ ഉണ്ടാകുന്നു. ഇതെന്റെ വാക്കാണ്. പിന്നെ ഇനി എനിക്ക് ജിൻസിയല്ല, സിസ്റ്റർ ജിൻസിയാണ്. കൺഗ്രാജുലേഷൻസ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതെന്റെ കൂടെ നിൽക്കുന്നതിനല്ല, ഫോർ അണ്ടർസ്റ്റാൻഡിങ് മീ. ജിൻസി, ജിൻസി, എന്നാ വിളിച്ചായ? അവള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുവാ. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. എവിടെടി അവള്, നിന്റെ പൊന്നാര മോള്? പിന്നെ കാര്യം പറ. എന്നതാന്നേ ഈ കിടന്ന് പറയാൻ വെക്കുന്നത്? എന്ന് തൊട്ടാടി നീ ഒറ്റയ്ക്ക് തീരുമാനം തുടങ്ങിയത്? എന്നതാ ഇച്ചായ? കല്യാണം ഉറപ്പിച്ച നിന്റെ മോള് സന്യസിക്കാൻ പോവാണെന്ന്. ഞാൻ പറഞ്ഞ ഉറപ്പിച്ച കല്യാണം അവള് മുടക്കി. അവൾക്ക് കന്യാസ്ത്രീയാകാൻ പോകണം. എന്താ മോളെ പറയുന്നത്? മമ്മി, എനിക്കെന്റെ ജീവിതം അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അതെന്റെ ഉറച്ച തീരുമാനമാണ്. ജോജിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. എടി, ഈ കുഴിക്കാട്ടെ ഫിലിപ്പിന് ജീവനുണ്ടെങ്കിൽ നിന്റെ കല്യാണം ഞാൻ വിചാരിച്ചോട് നടത്തും, നടത്തിക്കും. പപ്പ
എന്റെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കാനുള്ള പ്രായം എനിക്കുണ്ട്. വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ. മോളെ, പപ്പയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അവൾ പറയട്ടെ. പ്രായപൂർത്തിയായവർക്ക് പറയാനുള്ളത് എന്താണെന്ന് ഞാൻ കൂടി ഒന്ന് കേൾക്കട്ടെ. ലക്ഷങ്ങൾ കൊടുത്ത് ഞാനിവിടെ പഠിപ്പിച്ചതേ ഏതെങ്കിലും കന്യാസ്ത്രീ മഠത്തിന് കാശുണ്ടാക്കി കൊടുക്കാനല്ല. പപ്പയ്ക്കെല്ലാം പൈസ കൊണ്ട് അളക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഈ ലോകത്ത് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ആത്മസംതൃപ്തി എന്നൊക്കെ പറയുന്നത്. അത് പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതാ പപ്പ. ലാഭം നോക്കി മാത്രം ജീവിക്കുന്ന പപ്പയ്ക്ക് അതൊന്നും ഒരിക്കലും മനസ്സിലാക്കില്ല പപ്പ. എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നതേ ഒരു സന്യാസിനിയായി ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ജീവിതം തിരഞ്ഞെടുത്തത്. ഈ ഫിലിപ്പ് ജീവനോടെ ഇരിക്കുമ്പോൾ നിന്നെ ഞാനത് സമ്മതിക്കുന്നില്ല. ഇച്ചായൻ എന്നോട് ക്ഷമിക്കണം. മോളെ, നിന്റെ തീരുമാനം ഉറച്ചതാണെങ്കിൽ ഈ മമ്മി കൂടെ ഉണ്ടാവും. ഈശോ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എതിർത്താലും നീ ഒരു സിസ്റ്റർ ആകും. ഇച്ചായ, ദൈവം വിളിച്ച നമ്മളായിട്ട് എതിർ നിൽക്കരുത് ഇച്ചായ. അപ്പൊ ഫിലിപ്പിനെ തോപ്പിക്കാൻ എല്ലാരും കൂടെ ഒരുമിച്ചിറങ്ങിയേക്കുവല്ലേ? ഫിലിപ്പ് സാറേ, ഇത് ജയത്തിന്റെയും തോൽവിയുടെയും കാര്യമല്ല. ജിൻസിക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അവൾ ആ ജീവിതം തെരഞ്ഞെടുക്കട്ടെ. അതിന് നമ്മൾ തടയിട്ട അത് വലിയ ദുരന്തമാവുകയുള്ളൂ. എന്നാ ഇവിടെ വെച്ച് ഫിലിപ്പ് ഒരു കാര്യം കൂടി എന്ന് പറയുക. ഇനി ഫിലിപ്പിൽ ഇങ്ങനെ ഒരു മോളില്ല. നീ മരിച്ചുപോയെന്ന് ഞാൻ വിശ്വസിച്ചോളാം. കൊണ്ടുപോയിക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ. നീ പുലിക്കാട്ട് തറവാടിന്റെ പടിചവിട്ടാൻ നീ വന്നേക്കരുത്. അതിന് ഞാൻ ചത്തുമലച്ചു കിടന്നാ പോലും. ധോണി, നിന്നെ ഞാൻ പഠിപ്പിച്ച് ഒരു അഡ്വക്കേറ്റ് ആക്കിയത് എനിക്ക് കൂടി ചില ഉപകാരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയുക. നീ ഒരു കേസ് ഫയൽ ചെയ്യണം. കേസോ? എന്ത് കേസ്? ആ കന്യാസ്ത്രീ മഠത്തിനും അച്ഛനുമെതിരെ എന്റെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയതിന് ഒരു ഹേബിയസ് കോർപ്പസ്. അപ്പൻ ഇങ്ങനെ വെറൊരു രാഷ്ട്രീയക്കാരനാവാതെ ഇത് ജയവും തോൽവിയൊന്നും അല്ലപ്പാ. അവളുടെ ജീവിതം അവള് തിരഞ്ഞെടുത്തു. അവള് പറഞ്ഞ സിസ്റ്റർ ഉണ്ടല്ലോ, ഞങ്ങൾ ഒന്നിച്ച് ലോ കോളേജിൽ പഠിച്ചതാ. ഞങ്ങളുടെ 1ാം റാങ്കുകാരിയാണ് സിസ്റ്റർ കാതറിൻ. വക്കീലായിട്ട് അവള് വാദിച്ചതൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ആ എൻഡോസൽഫാൻ ഫാക്ടറിക്കെതിരായി സമരം ചെയ്തവരുടെ കൂട്ടത്തില് ഈ സിസ്റ്ററും ഉണ്ടായിരുന്നു. അപകടമാണെന്ന് അറിഞ്ഞിട്ടും ആ പാവങ്ങളെ രക്ഷിക്കാൻ അവസാനം വരെ അവർ പോരാടി. അങ്ങനെ അവർക്ക് ക്യാൻസർ പിടിപെട്ടത്. ഇല്ലടാ, അവളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പോ നിന്നോട് എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ ജീവൻ രക്ഷിച്ച ആ ഡോക്ടറെ എനിക്കൊന്ന് കാണണം. ഒന്ന് കരം പിടിച്ച് ചുംബിക്കണം. മരണം അടുത്ത് വന്നപ്പോഴാ എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഉണ്ടാക്കി വെച്ചതൊക്കെ വിലപ്പെട്ടതാണെന്ന്. ആ ഡോക്ടർ എന്ന് പപ്പയെ കാണാൻ വരുന്നുണ്ട്. ദേ, ആ വരുന്നതാണ് പപ്പയുടെ ജീവൻ രക്ഷിച്ച ഡോക്ടർ, സിസ്റ്റർ സ്നേഹ തെരസ്. ഒരുപാട് നന്ദി, എന്റെ ജീവൻ രക്ഷിച്ചത്. ഇതെന്റെ ജിൻസിയാണല്ലേ? എന്തുമാത്രം വെറുതെ എന്റെ മോളെ. എന്നിട്ട് ഇച്ചാന്റെ ജീവൻ രക്ഷിക്കാൻ ഒടുവിൽ എന്റെ മോളെ തന്നെ ഈശോ അയച്ചത് കണ്ടോ? ഈ ഉടുപ്പിട്ട് പപ്പയുടെ അനുഗ്രഹം വാങ്ങാൻ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇന്നത് സാധിച്ചു. എന്റെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി. കാശ് കൂടിയപ്പോ അപ്പന്റെ കണ്ണ് മറഞ്ഞുപോയി. മോളെ എന്നോട് ക്ഷമിക്കാം. അതൊന്നും സാരമില്ല അപ്പ. എനിക്ക് കുറച്ച് നേരത്തെ ദൈവവിളി കിട്ടി. എന്റെ അപ്പന് ഇപ്പഴാ കിട്ടി. അത്രേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് സന്തോഷമായി. കാരണം ഏറ്റവും വലിയ ധനികനാണ് ഇപ്പൊ എന്റെ മുഖം ഞാൻ കൊടുത്തേക്കുന്നത്. എന്നാ ആ ധനികന്റെ പേര് ഇച്ചാനെന്ന് പറഞ്ഞേ, എല്ലാരും കേൾക്കട്ടെ.
എനിക്ക് ആയുസ് കിട്ടിത്തന്ന ഒരവസരം കൂടി ജീവിതത്തിൽ തന്ന എന്റെ കർത്താവ് ഈശ്വരൻ ശിവ